നിങ്ങൾ പറയുന്ന കുട്ടിക്കാലം പോലുള്ള സിനിമകളൊക്കെ ശരിയാണ്. പക്ഷെ അതിന് മുമ്പേ കുറേ സിനിമകൾ ചെയ്തിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു മാസം ഒരു സിനിമ, അത് കഴിഞ്ഞൊരു ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത സിനിമ, അങ്ങനെ പോകുമായിരുന്നു. പൂച്ചക്കുരു മൂക്കുത്തിയും ഓടര അമ്മാവ് വളറിയാരും ചൊല്ലി ചൊല്ലി അതൊക്കെ. അതിനകത്ത് കുഴപ്പമില്ലാത്ത ഫോട്ടോഗ്രാഫിയൊക്കെ തന്നെയാണ് അന്നത്തെ ഇത്. പക്ഷെ അത് തേനിമയമ്പ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിച്ചൊരു ഫോട്ടോഗ്രാഫിയാണ്. അത് ഒക്കെ ശരിയാണ്. പക്ഷെ ഒരു ഘട്ടം ഏതോ കുറേ സിനിമ കഴിഞ്ഞപ്പോഴാണ് പ്രിയൻ ഇങ്ങനെ ചോദിച്ചത്. ഭാരതിരാജയുടെ ഒരു സിനിമ കണ്ടിട്ട് വരുമ്പോഴാണ്. അതിനകത്ത് അശോക് കുമാറായിരുന്നു സിനിമാറ്റോഗ്രാഫർ. അതോ നിവാസ് സാറാണോ എനിക്കറിയില്ല, അവർ ആരൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ പറയായിരുന്നു, കുമാർ നമ്മുടെ സിനിമയിൽ ഈ ഫ്രെയിമിനൊരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു. ശരിയാണ്. ആ ഒരു ചോദ്യം മുതൽ പിന്നെ എല്ലാ സിനിമകളും മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഫോട്ടോഗ്രാഫി തന്നെയായിരുന്നു എല്ലാ സിനിമകളും. ഓരോ ചോദ്യം വന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു ആവറേജ് സിനിമാറ്റോഗ്രാഫറായിട്ട് മാറിപ്പോയേനെ. അങ്ങനെയാണ്. പിന്നെ എന്ന് വെച്ചാൽ എപ്പോഴും ഞങ്ങൾ സിനിമകൾ, ഞാനും പ്രിയദർശനും ഒരുമിച്ചാണ്. ഞാൻ KSFDC നിന്ന് വരുമ്പോൾ തന്നെ അവിടെ നിന്ന് വിളിക്കും, ഇന്നൊരു സിനിമയുണ്ട്. എപ്പോഴും ശിവകുമാർ തിയേറ്ററിൽ എപ്പോഴും ഇംഗ്ലീഷ് ഫിലിമും ഒക്കെ കാണുന്ന ഒരു പിന്നെ രീതി ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ ചെയ്യുന്ന സിനിമകളിൽ എപ്പോഴും അടുത്ത സിനിമയെപ്പറ്റി നമുക്ക് ഈ മൂഡ് ചെയ്യണം, നമുക്ക് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ 10-40 സിനിമ ചെയ്യുന്നവർ എപ്പോഴും എനർജിയായിട്ട് തന്നെ പ്രിയൻ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഒരു സിനിമ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ, അല്ലെങ്കിൽ ഗോഡ് ഫാദറിൽ ചില സീൻ കണ്ടിട്ടുണ്ടോ, അങ്ങനെ ഓരോ സിനിമകളൊക്കെ പിന്നെ ഞങ്ങൾ മനസ്സിൽ വെച്ചിട്ട് അതിൻ്റെ കണ്ടോ, അതിൻ്റെ മൂഡ് കണ്ടോ എന്ന് ഒരിക്കലും അതിൻ്റെ പകർത്തിയിട്ടില്ല. അങ്ങനെ ഒരു സിനിമ ഞങ്ങളുടെ സിനിമയായിട്ട് ഒരിക്കൽ പോലും ഒരു സിനിമയുടെ പകർത്തിയൊരു ഫോട്ടോഗ്രാഫി ഇല്ല. ശരിക്കും അത് ഇൻസ്പിറേഷനാണ് ശരിക്കും. എപ്പോഴും അന്നൊക്കെ തുടക്കത്തിലൊക്കെ സിനിമ കാണാൻ പോകുമ്പോൾ ഏതെങ്കിലും നല്ലൊരു സിനിമ ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് ആയിരിക്കും ഞങ്ങൾ ഷൂട്ടിങ് തുടങ്ങുന്നത്. എൻ്റെ 2-3 ദിവസം മുമ്പ് തന്നെ ഒരു സിനിമ കാണും, ഒരു ഇൻസ്പിറേഷന് വേണ്ടി. അത്ര ശ്രദ്ധയായിരുന്നു ഒരു സിനിമ ചെയ്യുമ്പോഴുള്ള എൻ്റെ ഒരു ത്രില്ലുണ്ടായിരുന്നു ശരിക്കും. അന്ന് ഞങ്ങളുടെ ലൈഫിൽ വേറെ ചിന്തകളൊന്നുമില്ല, ഇത് തന്നെയായിരുന്നു. അപ്പം അതാണ് തോന്നുന്നു സിനിമകളൊക്കെ. പിന്നെ ഒന്നൊന്ന് നിങ്ങൾ കണ്ട മിഥുനമായിരുന്നാലും ശരി, മിഥുനമൊക്കെ ഇപ്പോൾ കുറേ കോളൊക്കെ എനിക്ക് വരുന്നുണ്ട് ഈ ഇടയ്ക്കായിട്ടൊക്കെ. പക്ഷെ അതൊക്കെ ആൾക്ക് അത് ഇന്ന ലൈറ്റ് വേണം എന്നുള്ള സമയം നോക്കിയിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ടാണ്. ഒരു മോശം ലൈറ്റിൽ ഷൂട്ട് ചെയ്തിട്ടില്ല. അല്ല, ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശരിക്കും നേരം വെളുത്തിട്ടുണ്ടാവില്ല. മിഥുനത്തിൻ്റെ പല ആ പാട്ടൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇരുട്ടത്താണ് പോകുന്നത്. കുറച്ച് ദൂരം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ സൺലൈറ്റ് വരുമ്പോൾ തന്നെ അങ്ങ് ഷൂട്ടിങ് തുടങ്ങുകയാണ്. ആ ഒരു മിസ്റ്റി മൂഡിലും കാര്യങ്ങളും. ഏർലി മോർണിംഗ് ഞങ്ങളുടെ ഒരു ഹരമാണ്. അങ്ങനെ ഞങ്ങളുടെ എല്ലാ സിനിമകളും നോക്കിയാൽ ശരി, ഈവനിങ് ഒരു ലൈറ്റ് പോലും ഈവനിങ് ഞങ്ങൾ വിടാറില്ല. കിലുക്കം ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെയായിരുന്നു. കിലുക്കം മോശം ലൈറ്റിൽ ഞങ്ങൾ ഇൻഡോർ ഷൂട്ട് ചെയ്യും. 3:30 മണിക്ക് വെളിയിൽ ഇറങ്ങിയിട്ട് പിന്നെ അത് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യും. ഓരോ സിനിമകളും എൻജോയ് ചെയ്ത് തന്നെയാണ് അത് ചെയ്തത്.